ദാറ്റ് റിമൈൻഡ്സ് മീ, UK പഠിത്തം നിർത്തിയിട്ട് വന്നത് റേസിസം കാരണമാണെന്ന് ഒരു തംനെയിൽ കണ്ടു. ഇപ്പൊ തംനെയിലിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, അതിൽ എത്ര സത്യാവസ്ഥയുണ്ട്? സോ ഞാൻ കുറച്ച് മുമ്പത്തെ ഒരു ഇന്റർവ്യൂല് ഞാൻ പറയണ്ടായ എക്സ്പീരിയൻസിനെ കുറിച്ച്. ആദ്യം തന്നെ ഇത് എൻ്റെ എക്സ്പീരിയൻസ് ആണ്, എനിക്ക് പറ്റിയ പ്രശ്നമാണ്. അവിടെ ലണ്ടനിൽ പഠിക്കുന്ന കുട്ടികൾ ഇത് ഫേസ് ചെയ്യുന്നുണ്ടെന്നോ അല്ലെങ്കിൽ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണെന്ന് പ്ലീസ് ഞാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം വെറുതെ പറയണ്ട. എൻ്റെ അഭിപ്രായമാണ് ഞാൻ ഷെയർ ചെയ്തത്. സോ ഞാൻ പഠിക്കാൻ, എനിക്ക് സ്കൂൾ ലൈഫ് അധികം എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓപ്പൺ സ്കൂളിങ്, എനിക്കങ്ങനെ ഫ്രണ്ട്സ് ഇല്ല. അപ്പം എനിക്ക് നാട്ടിൽ തന്നെ പഠിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ആക്ടിങ് പഠിക്കാൻ പോകാം എന്നുള്ള രീതിയിൽ പുറത്ത് പോയി ലണ്ടനിലൊക്കെ പഠിക്കാൻ പോവാം എന്നുള്ള പോലെ ഞാൻ അപ്പോഴേ അമ്മ പറഞ്ഞു ഇവിടെ എന്തെങ്കിലും നോക്കിയാൽ പോരെ, കുഴപ്പമില്ല, സിനിമയൊക്കെ ഇപ്പം കരിയർ ബിൽഡ് ചെയ്യാം. ഞാൻ പറഞ്ഞില്ല അമ്മ, ഞാൻ വന്ന് പോവാം, ഇപ്പം എന്തായാലും ഇറ്റ്സ് നത്തിങ് മച്ച് ഇസ് ഹാപ്പനിങ് ഇൻ മൈ കരിയർ. സോ മേ ബി ഇതൊക്കെ പഠിച്ചിട്ട് കുറച്ചൊരു ബ്രേക്ക് എനിക്കും ആകും. ബട്ട് ഐ വാസ് ഡൂയിങ് വെൽ. എന്നാലും ഐ വാസ് നോട്ട് ഗോയിങ് ത്രൂ എ വെരി ബാഡ് ഫേസ്. നല്ല രീതിയിൽ ലൈഫ് മാനേജബിളായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ദെൻ ഐ തിങ്ക് ഓൾമോസ്റ്റ് ഒരു സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു, ബിക്കോസ് ഫിലിം ഫെയർ അവാർഡ് അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സബ്മിറ്റ് ചെയ്തത് പഠിക്കാനുള്ളത്. ആൻഡ് ഐ ഗോട്ട് സ്കോളർഷിപ്പ്. ഐ തിങ്ക് മോസ്റ്റ് ഓഫ് ദ കിഡ്സ് ഗെറ്റ് സ്കോളർഷിപ്പ്. ഒരു ചെറിയൊരു എമൗണ്ട് എന്തായാലും ഇതുണ്ടാവും. ആൻഡ് ഐ തിങ്ക് 12-14 ആ ഒരു ഇതായിരുന്നു എൻ്റെ ഫീസ്. ഐ തിങ്ക് 13 or 12 എന്തോ. അപ്പോൾ നമ്മൾ ഫീസ് പേ ചെയ്തു. ഞാൻ അവിടെ പോയി, ഞാൻ ഫസ്റ്റ് ഡേ പോയി. അപ്പം ഞാൻ വിംബിൾഡൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ സ്റ്റേ. അവിടെ നിന്ന് കുറച്ച് വേറെ ട്രെയിൻ ട്യൂബൊക്കെ എടുത്തിട്ട് വേണം യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാൻ. പക്ഷെ ഐ വാസ് ലവിങ് ഇറ്റ്, ബിക്കോസ് നാട്ടിൽ കാറുണ്ട്, ഡ്രൈവർ ചേട്ടനുണ്ടാവും, എവിടെയെങ്കിലും പോവാൻ ഊബർ അത് അവിടെ ഊബറൊക്കെ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ മുതലാവില്ല. സോ നമ്മൾ രാവിലെ ജാക്കറ്റ് അതൊക്കെ ഇട്ട് തണുപ്പത്ത് ഇങ്ങനെ നടന്ന് ട്രെയിനൊക്കെ കയറി അവിടെ പോയി. ഒരു ഫസ്റ്റ് ഡേ തന്നെ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ആക്ച്വലി 3 മലയാളി ചേട്ടന്മാരെ കണ്ടു. അവരെ എനിക്ക് തോന്നുന്നു പാസ് ഔട്ട് ആവാൻ പോവായിരുന്നു. സൗണ്ട് എഞ്ചിനീയറിംഗ് എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ ആക്ച്വലി ആക്ടിങ് സിനിമ റിലേറ്റഡ് മാത്രമേ ഉള്ളൂ. അതായത് സൗണ്ട്, മ്യൂസിക്, ഗ്രാഫിക്സ്, അങ്ങനത്തെ ആക്ടിങ് കോഴ്സ്, അങ്ങനത്തെ ഫാഷൻ ഡിസൈനിങ് ഒക്കെ യൂസ് ചെയ്യാന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പോയത് വേറെ സ്ഥലത്താണ്. അപ്പോൾ ഈ ചേട്ടന്മാരവിടെ കണ്ടു. അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കുറേ നേരോട് സംബന്ധിച്ചപ്പോൾ സാനിയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല, ഇവിടെ എന്താ യൂസ് ചെയ്യില്ല. ഞാൻ പറയും പഠിക്കാൻ വന്നതാ, അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ബാച്ചിൽ ക്ലാസ്സിൽ കയറിയപ്പോൾ ലൈക്ക് എ മാപ്പ്, നമ്മൾ ഇൻട്രൊഡക്ഷൻ ചെയ്യാം. അപ്പോൾ മാപ്പിൽ ഇങ്ങനെ നമ്മൾ വരുന്ന സ്ഥലത്ത് പോയി നിൽക്കണം, നമ്മൾ എവിടെ നിന്നാണ് വന്നത്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ കിഡ്സ് ഒരിക്കൽ ഐ തിങ്ക് ബോംബെ എന്നൊക്കെ പിന്നെയും പിള്ളേർ US പഠിക്കാൻ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു, ആക്ടിങ്ങിനൊക്കെ വേണ്ടിയിട്ട് പോവായിരിക്കും. ബട്ട് എൻ്റെ ബാച്ചിൽ ഞാൻ ഒറ്റ ഇന്ത്യൻ സ്റ്റുഡൻ്റ് ആയിരുന്നു. ബിക്കോസ് നോട്ട് മച്ച് പീപ്പിൾ ചൂസ് ആക്ടിങ് കോഴ്സ് ഇതുപോലെ ലണ്ടനിൽ വരെ പോയി പഠിക്കാൻ. അതും കോളേജ് ഇത് യൂണി പഠിക്കാൻ വേണ്ടിയിട്ടാണല്ലോ, 3 year കോഴ്സ്. അപ്പോൾ മോസ്റ്റ് ഓഫ് പീപ്പിൾ ഡസ് 1 year കോഴ്സിനുള്ള, ഐ വാസ് ഡൂയിങ് 3 year കോഴ്സ്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഇന്ത്യൻ സ്റ്റുഡൻ്റ് ആണ്. ഈ ബാച്ചിൽ കുറേ പിള്ളേരെല്ലാം യുകെയിൽ ഇപ്പോൾ യുകെയിൽ തന്നെയുള്ള അല്ലെങ്കിൽ സ്കോട്ട്ലൻഡ്, അയർലൻഡ്, വെയിൽസ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ തന്നെയാണ്. അപ്പം ഞാനും എനിക്ക് തോന്നുന്നു വേറൊരു കുട്ടി ഓസ്ട്രേലിയയിൽ നിന്ന് വേറെ എവിടുന്നു എൻ്റെ ഇന്ത്യക്ക് പുറത്തടുത്തായിട്ട് എവിടെയോ ഒരാളുണ്ട്. ഇവരെല്ലാവരെയും ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് ദെൻ പഠിപ്പിക്കുന്ന സാർ എന്നോട് ഓ ഇന്ത്യ, ഫോർഗോട്ട് ഇന്ത്യ, ഓ ഹായ് ഫ്രം ഇന്ത്യ, പിന്നെ അങ്ങനെ. സോ ഫസ്റ്റ് ഇൻട്രാക്ഷൻ തന്നെ നമ്മൾ ഇന്ത്യൻ ഇതിനെ കാണുമ്പോൾ എന്തൊരു പക്ഷെ അപ്പോൾ ഞാൻ നെഗറ്റീവായിട്ട് എടുത്തില്ല, ഞാൻ ഭയങ്കര ചില്ലായിരുന്നു. ദെൻ സെക്കൻഡ് ഡേ ഇങ്ങനെ പോകുന്നു. അപ്പൊക്കെ ഞാൻ അമ്മയെ വിളിച്ചു സംസാരിക്കുമ്പോൾ അമ്മ പറയും ആദ്യം തന്നെ ഒരു സ്ഥലത്തൊന്നും ഫ്രണ്ട്സ് ഉണ്ടാവില്ല, കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യൂ. അപ്പം ഞാനും ഓക്കെ നമ്മൾ ടൈം കൊടുക്കാനുണ്ട്. ഞാൻ പതുക്കെ ചാടിക്കേറി ഇതാവാനായിട്ടാണോ എന്നൊക്കെ വിചാരിച്ചു. 3 ദിവസം കഴിഞ്ഞു. 4ാം ദിവസം പാർട്ട്ണറാക്കി നമുക്ക് ക്ലാസ്സിൽ പെയറാക്കി ചെയ്യാൻ നേരത്ത് എൻ്റെ കൂടെ ആരും പെയറാവാൻ റെഡിയല്ല. ലാംഗ്വേജ് ഇംഗ്ലീഷിൻ്റെ, ഇനിയിപ്പോൾ നമുക്ക് ആക്സെൻ്റ് ഇല്ലാത്തതിൻ്റെ എന്താ മേ ബി ഞാൻ അങ്ങനെയൊക്കെയാണ് ആദ്യം ചിന്തിച്ചത്. അപ്പം അതൊന്നും അല്ലാന്ന് ഒരു പോയിൻ്റ് ഇപ്പോൾ സോലി മനസ്സിലാക്കി. ആൻഡ് എനിക്കെന്തോ മേ ബി ഇപ്പോൾ കുറേ പേര് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞു സാനിയ അറ്റൻഷൻ സീക്കർ, അറ്റൻഷൻ ഇവിടെ കുറേ ഇതൊന്നുമില്ല, അതുകൊണ്ട് അവിടെ ആൾക്കാർ പുറകെ വരും. അത് മേ ബി ഐ ഹാഡ് എ ബെറ്റർ ലൈഫ് ഇൻ ഇന്ത്യ. എനിക്ക് ഇവിടെ കുറച്ചും കൂടെ എനിക്ക് എൻ്റെ കാര്യങ്ങൾ നോക്കാൻ അല്ലെങ്കിൽ എന്നെ ഞാൻ ഓക്കെ ആണോ എന്ന് ചോദിക്കാൻ കുറച്ച് ആൾക്കാരും
കുറച്ചിതുണ്ടായിരുന്നു. ആൻഡ് എനിക്ക് മെൻ്റലി ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് ആവാൻ തുടങ്ങി. ഞാൻ ഫുൾ ടൈം റൂമിൽ തന്നെ ഇരിക്കുന്നു, പുറത്തിറങ്ങുന്നില്ല, കരച്ചിലാണ് ഫുൾ ടൈം. ഫോർ മീ ആൾക്കാർ എന്ത് ചിന്തിക്കുന്നതിനെക്കാട്ടും കൂടുതൽ ഓഫ് കോഴ്സ് മൈ മെൻ്റൽ ഹെൽത്ത് മാറ്റേഴ്സ്. ആൻഡ് ഞാൻ യൂണിവേഴ്സിറ്റിയിലെ ആൾക്കാരുടെ അടുത്ത് ഇടയ്ക്ക് ഷൂട്ടിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി ഇൻഫോം ചെയ്തിട്ട് ഇങ്ങനെ വരുന്നത്. ആൻഡ് ദെൻ അവർക്ക് മനസ്സിലായി തോന്നുന്നു, ബിക്കോസ് ഞാൻ ഭയങ്കര അപ്സെറ്റായിട്ട് എനിക്ക് തോന്നുന്നു പഠിപ്പിക്കുന്ന സാറും ക്ലാസ്സിലെ എക്സ്പീരിയൻസ് ഒക്കെ പോയി പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കാം. നമ്മൾ മെയിൽ ചെയ്തപ്പോഴത്തേക്കും വി ഗോട്ട് എ മെയിൽ സെയിങ് ദാറ്റ് വിൽ ഗിവ് ബാക്ക് ദ ഫുൾ എമൗണ്ട്. എനിക്ക് ഒരു പക്ഷേ എനിക്ക് ആ റീഫണ്ട് ഫുൾ മണി കിട്ടില്ലായിരുന്നെങ്കിൽ ഒബ്വിയസ്ലി ഞാൻ അവിടെ നിന്ന് പഠിച്ചേനെ, ബിക്കോസ് അത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്തതാണ്. പക്ഷേ ദൈവം എന്തോ എനിക്കൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, ചേച്ചി എനിക്ക് തിരിച്ച് വരണം, ഐ ഗോട്ട് ദ ഫുൾ മണി ബാക്ക്. ബട്ട് ദെൻ കുറച്ച് നഷ്ടം ഉണ്ടായിരുന്നു, ബിക്കോസ് നമ്മൾ നിൽക്കാനുള്ള സ്പേസിന് വേണ്ടി നമ്മൾ 3 months 4 months അഡ്വാൻസ് നമ്മൾ പേ ചെയ്യണം. പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, വിസ, നമ്മളുടെ മെഡിക്കൽ ഇൻഷുറൻസ്, ഇതൊക്കെ നമ്മൾ 3 yearsലേക്കൊക്കെ വേണ്ടിയാണ് എടുക്കേണ്ടത്. സോ അങ്ങനെ കുറച്ച് പൈസ പോയി. ബട്ട് ദെൻ I don't regret coming back. I feel bad because ഇതിനു മുമ്പ് നമ്മൾ സംസാരിച്ചപ്പോൾ you were very excited about this. Yeah. ആ എക്സൈറ്റ്മെന്റ് പാൽപ്പബിൾ ആയിരുന്നു. ഞാൻ ചോദിക്കുകയും ചെയ്തായിരുന്നു, സാനിയ എന്തിനാണ് ഇത് ചെയ്യുന്നത്, ഇവിടെ ഇതുപോലെ കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ചെയ്ത് പോകേണ്ട കാര്യമുണ്ടോ? അത് മാത്രമല്ല, ഐ ഫീൽ വെരി പിറ്റി ദാറ്റ് ഞാൻ ഇതുപോലൊരു എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഒരിക്കലും അടിച്ചാൽ മർത്തിയോ ലണ്ടനിലെ എല്ലാ പിള്ളേരും ഇത് പോവാന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. And I saw recently somebody shared me a video where one girl is telling some made up story that എന്നെ യൂണിവേഴ്സിറ്റിയിൽ മീറ്റ് ചെയ്തു. ഞാൻ അവള് എല്ലാവരോടും ഭയങ്കര ഷീ വാസ് ഓൺ ഹെർ ഓൺ സ്പേസ്. അങ്ങനൊരു കുട്ടിയെ ഞാൻ ഉറപ്പായിട്ടൊരു മലയാളി ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഞാൻ ഓർത്തിരിക്കും. ആൻഡ് അത് വെച്ച് കണ്ടന്റ് ആക്കാൻ നോക്കുക. അവിടെ ഞാൻ യൂണിവേഴ്സിറ്റിയിൽ ആ പേര് അയച്ചു കൊടുത്തു. നമ്മളപ്പം തന്നെ എൻ്റെ ടീം ഞാൻ പറഞ്ഞത് ഇതിനെ റിയാക്ട് ചെയ്തേ പറ്റൂ, ബിക്കോസ് മിസ്ലീഡ് ചെയ്തുള്ള ഐ മീൻ ഷി ക്യാൻ ടെൽ പീപ്പിൾ ദാറ്റ് അവിടെ ഇങ്ങനത്തെ എക്സ്പീരിയൻസ് അല്ലാന്ന് ഷി ക്യാൻ സേ, ബട്ട് ഷി ഹാസ് നോ റൈറ്റ്സ് ടു മേക്ക് എ സ്റ്റോറി ആൻഡ് മേക്ക് പീപ്പിൾ ബിലീവ് അല്ലേ ഇവൾ ഇങ്ങനെയാണോ. സോ നമ്മൾ യൂണിവേഴ്സിറ്റി അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു കുട്ടിയെ അവിടെ പഠിക്കുന്നില്ല. സോ അങ്ങനെ കുറെ അതെ നേരത്തെ പറഞ്ഞില്ലേ, എന്ത് ചെയ്താലും പ്രശ്നമാണ്, എവിടെ പരിപാടി അവതരിപ്പിച്ചാലും പ്രശ്നമാണ്.